ഇവിടെ ഇപ്പോൾ വന്ന് ഈ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞ അത്ഭുതം എന്ന് തന്നെ പറയാം. ആള് വളരെ എന്ന് വെച്ചാൽ ഒരു ഹെൽപ്പും ഇല്ലാണ്ടാണ് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2-3 പ്രാവശ്യം നടക്കുകയും ഇരുന്ന് എഴുന്നേൽക്കുകയും ഒക്കെ ചെയ്തത്. ഡോക്ടറെ പറ്റി ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ പോയ സമയത്താണ് ഡോക്ടറിനെ പറ്റി പറയുന്നത്. അങ്ങനെ ഡോക്ടറിനെ പറ്റി പറഞ്ഞ് ഞങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി ഡോക്ടറിന്റെ കൺസൾട്ടിങ് എല്ലാം മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കയറുകയും ചെയ്ത. സഹായം ഇല്ലാതെ നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നടക്കുന്നത് വളരെ ഇങ്ങനെ പയ്യെ കൈയൊക്കെ പിടിച്ച് കാറിൽ കയറാനായാലും ഇറങ്ങാനായാലും ഒരാളുടെ സഹായം ഇല്ലാതെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒന്നും തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ വന്നത്. അപ്പോ മറ്റത് നമ്മൾ ഈ പറഞ്ഞ ചെറിയ റോബോട്ടൊക്കെ നടക്കുന്ന പോലെയായിരുന്നു പയ്യെ ആള് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് ഇങ്ങനെ ഒരു മിറാക്കിൾ തന്നെ പറയാം. ഇങ്ങനൊരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആള് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പിക്കപ്പ് ചെയ്യാന്ന് പറയണത് ശരിക്കും എന്താ പറയാ ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ കാണാനായിട്ട്. എന്തെങ്കിലും ബാലൻസ് ചെയ്യാൻ എന്തെങ്കിലും വേണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഹാൻഡ് വേണം നടക്കാനായിട്ട്. ഒരു സപ്പോർട്ടീവ് അല്ലാതെ നടക്കാൻ ആൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ പയ്യെ നടക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ വളരെ സ്ലോ മൂവ്മെന്റ് ആണ്. ആൾക്ക് ഒരു സ്ഥലത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ, ഒരു മുറിയിൽ നിന്ന് മറ്റേ മുറിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ടൈം വേണം. രണ്ടുപേരുടെ സഹായത്തോടെയാണ് ഞാൻ ഇവിടെ വന്ന് കയറിയത്. ഇപ്പോൾ എനിക്ക് ഒരുപാട് ആശ്വാസമുണ്ട്. ഇത് എല്ലാവർക്കും പ്രത്യേക ഒരു പ്രചോദനം ആവട്ടെ എന്ന് ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്നു. ഭയങ്കര പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയാണ് ഇവിടെ വന്ന് കയറിയത്. ഡോക്ടറെ പറ്റി ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ പോയ സമയത്താണ് ഡോക്ടറിനെ പറ്റി പറയുന്നത്. അങ്ങനെ ഡോക്ടറിനെ പറ്റി പറഞ്ഞ് ഞങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി ഡോക്ടറിന്റെ കൺസൾട്ടിങ് എല്ലാം മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കയറുകയും ചെയ്ത. ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ഉണ്ട്. കാരണം എൻ്റെ മക്കളെ എൻ്റെ ഭർത്താവ് പിടിച്ചാലേ എനിക്ക് നടക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള യാതൊരു ഇതില്ലാതെ ഞാൻ എന്തോ ഒരു പിടിച്ചടക്കിയ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. ഈശ്വരന് ഒരുപാട് അനുഗ്രഹം ഇനിയും ഡോക്ടറിന് ഉണ്ടാവട്ടെ. ഇതുപോലെ ഒരുപാട് പേഷ്യൻസിന് ഇതുപോലെ ഇത് ചെയ്യാനുള്ള അനുഗ്രഹം തമ്പുരാൻ തരട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ഡോക്ടറുള്ള ഫാക്ട് നമ്മളോട് തുറന്ന് പറയാണ്. ലൈക്ക് എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നിങ്ങൾ ഇതുകൊണ്ട് ഈ വേദന കൊണ്ട് എങ്ങനെയായിരിക്കും സർവൈവ് ചെയ്യേണ്ടത് എന്നുള്ള ഫാക്ട് കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരാറ്. അതിനുശേഷം ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് ഉടനെ നമുക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു മിറാക്കിളാണ്. അതിനൊപ്പം തന്നെ നമുക്ക് മരുന്നോ വേറെ കാര്യങ്ങളൊന്നുമില്ല, എക്സസൈസ് മാത്രം അങ്ങ് ചെയ്തു പോവാന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഒരു എന്താ പറയാ സസ്റ്റെയിൻ ചെയ്ത് ഈ പെയിൻ റിലീഫ് പോകാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. അത് നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. കാരണം ഒരു സൈഡ് എഫക്റ്റ് ഇല്ല, ഒരു പ്രത്യേകിച്ച് മരുന്നോ കാര്യങ്ങളോ വേറെ മണി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന വേറെ ഒരു പരിപാടികളും ഇല്ല ഇതിൻ്റെ അകത്ത്. അപ്പൊ നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അത്രയും പെട്ടെന്ന് നമ്മുടെ ഇന്നത്തെ കാലത്ത് കിട്ടുന്ന ഒരു കാര്യമല്ല. അപ്പൊ അത് ഭയങ്കര ഒരു ആശ്വാസമാണ്. ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ വന്ന് ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അധികം എക്സ്ട്രീമിലേക്ക് പോവാതിരിക്കും. അപ്പോൾ പെട്ടെന്ന് വേദന വരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് ഒന്നേ പറയാനുള്ളത്, കാരണം നമ്മൾ ഇവിടെ വരിക, ഡോക്ടറിനെ കാണുക, സംസാരിക്കുക. ഡോക്ടറിന്റെ തന്നെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ആശ്വാസം കിട്ടും. അതിനുശേഷം ഇവിടെ വന്ന് ഒരു മണിക്കൂറൊന്നും എടുത്തില്ല ഡോക്ടർ ആ ട്രീറ്റ്മെന്റിലൂടെ എനിക്ക് ഒരുപാട് ആശ്വാസം കിട്ടി. അതുപോലെ നിങ്ങളും വേദന അനുഭവിക്കുന്ന എല്ലാ അമ്മമാരും എല്ലാവരും ഇവിടെ വരിക, ഡോക്ടറിനെ കാണുക, ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യുക. അതായി എനിക്ക് പറയാനുള്ളത്. ഞാൻ വളരെ സന്തോഷമാണ്. കാരണം ഒരിക്കലും ഇവിടെ വന്ന് കയറുമ്പോഴുള്ള ഒരു അനുഭവമല്ല ഇപ്പം എനിക്കുള്ളത്. ഇപ്പം എനിക്ക് ആരുടെ ആശ്രയമില്ലാതെ തനിയെ നടക്കാൻ സാധിക്കുന്നുള്ളൊരു ഉറച്ച വിശ്വാസം എന്നിലിപ്പോൾ കിട്ടിയിട്ടുണ്ട്.